ഹേ ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ബാക്ക് ടു സ്കൂൾ വീഡിയോ ആണ്. 28,800 റൗണ്ട് ഫിഗർ ആയിട്ട് 29 തന്നെ പറയാം. അത്രയും രൂപ എങ്ങനെയാണ് പൊടി പൊടിച്ചതെന്നൊന്ന് കണ്ടു. കൂടെ ഒരു ദിവസം വാങ്ങിയതല്ല, എന്നാലും ഒരാഴ്ചൻ്റെ ഗ്യാപ്പിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം പോയിട്ട് സ്കൂൾ യൂണിഫോംസും ടെക്സ്റ്റ് ബുക്സും വാങ്ങി, പിന്നെ ഒരു പ്രാവശ്യം പിന്നെ സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങി, പിന്നെ മദ്രസേൻ്റെ ബുക്ക് സ്റ്റേഷനറി അന്നേ ദിവസം തന്നെ വാങ്ങി, പിന്നെ നോട്ട് ബുക്സ് വേറൊരു ദിവസം വാങ്ങി. നമ്മുടെ വെക്കേഷൻ ഓടിപ്പോയി, അത് കംപ്ലീറ്റ് ആവാനായി. നമ്മളെ സെയിം ബാഗാണ് വാങ്ങിയിട്ടുള്ളത്, വൈറ്റ് ക്രാഫ്റ്റ്. വലിയ 3 കമ്പാർട്ട്മെന്റ് ആണുള്ളത്. ദയാന്തയിൽ ഒരു സ്മോൾ കമ്പാർട്ട്മെന്റും പിന്നെ 2 ബിഗ് കമ്പാർട്ട്മെന്റ് ആണുള്ളത്. പിന്നെ ഇതിന് വാറണ്ടി കാർഡ് ഉണ്ട്, ദയാന്തയിലും ഉണ്ട് കേട്ടോ. അവൻ്റെ ബാഗിൻ്റെ ഉള്ളിലാണുള്ളത്. ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 2000 സംതിങ് ആണ്. ഇതിൻ്റെ സെയിം കോസ്റ്റ് തന്നെയാണ്, 2000 സംതിങ്. ഹൈറ്റ് എന്ന് പറയുന്നത് 47ഉം വിഡ്ത്ത് എന്ന് പറയുന്നത് 33 സെൻറ്റിമീറ്റർ. ഇതിനേക്കാളും 2 സൈസ് ചെറുതാണ് അവൻ്റെ ബാഗിന്. ഇതിന് റെയിനൊക്കെ വരുമ്പോൾ ബാക്ക് പ്രൊട്ടക്ടർ ഉണ്ട് കേട്ടോ. ഇതാണ് ബാക്ക് പ്രൊട്ടക്ടർ. ഗായ്സ്, ഇതാണ് എൻ്റെ ബാഗ് പ്രൊട്ടക്ഷൻ. എപ്പോഴും നമ്മൾ സ്കൈ ബാഗാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് വൈൽഡ് ക്രാഫ്റ്റ് യൂസ് ചെയ്യാൻ പോവാണ്. എങ്ങനെ ഉണ്ടാകുന്ന ഒരു ഇതും ഇല്ല കേട്ടോ, പിടുത്തം ഇല്ല. നമുക്ക് യൂസ് ചെയ്തിട്ട് നോക്കാം. ഇതാണ് നമ്മളെ ഫസ്റ്റത്തെ കമ്പാർട്ട്മെൻറ്റ്. ഇതിൽ നമ്മളെ മദ്രസ ബുക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ സെക്കൻഡ് കമ്പാർട്ട്മെന്റ്, നോട്ട് ബുക്സ് ആണ് കേട്ടോ. കമ്പാർട്ട്മെന്റ് ലോട്ട് ഓഫ് ബുക്സ് ആണ്. തേർഡ് കമ്പാർട്ട്മെന്റ് ഉള്ളത്. ഇതിന് 5 ഇയർ വാറണ്ടി ഉണ്ട് കേട്ടോ, വാറണ്ടി കാർഡ്. അപ്പം ഇപ്രാവശ്യം ഞാൻ വാങ്ങിയത് ബോറോസിലിൻ്റെ കിറ്റാണ്. ഇത് ഗ്ലാസ് ആണ് കേട്ടോ. അപ്പം ഞാൻ ഗ്ലാസിൻ്റെ ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് ലഞ്ച് ബോക്സ്. ഇതിൽ 3 കണ്ടെയ്നേഴ്സ് ഉണ്ട്. ഇതാണ് എൻ്റെ ലഞ്ച് ബോക്സ് ഗൈസ്. ഇത് ഇവൻ്റെ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് മമ്മ പറഞ്ഞു പ്ലാസ്റ്റിക് കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് പറഞ്ഞിട്ട് മമ്മ ഇത് വാങ്ങിയതാണ്, സ്റ്റീലിൻ്റെ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 225 ആണ്. ഓഫർ പ്രൈസിൽ 99 ആണ് കേട്ടോ. അപ്പോൾ 2 കണ്ടെയ്നേഴ്സ് വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലത്തത് ലൈക്ക് ദിസ്. പിന്നെ ഒരു ജ്യൂസ് ബോട്ടിലും ഉണ്ട്. ഇത് മിൽട്ടൺ ആണ്. മിൽട്ടൺ നല്ല ബ്രാൻഡാണ്, നല്ല ബോറോസിലും അതുപോലെ നല്ല ബ്രാൻഡാണ്. അവൻ്റെതും എൻ്റെ പോലെ തന്നെയാണ്, പക്ഷേ ഒരു വലിയ കമ്പാർട്ട്മെൻ്റ് ഉണ്ട് ഫ്രണ്ടിൽ. പിന്നെ ഒരു മീഡിയം സൈസ് കമ്പാർട്ട്മെൻറ്റ്, നോട്ട് ബുക്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് പോച്ചെല്ലാം വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്പാർട്ട്മെൻറ്റാണ് കേട്ടോ, ചെറിയ കമ്പാർട്ട്മെൻറ്റാണ്. ഞാനെടുത്ത സയൻസ് ടെക്സ്റ്റ് ആണ്. അപ്പം ഇതിൽ നല്ല ഹാർഡാണ്. റെഡ് ബൈൻഡിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം നമ്മളൊരു സാധാ ബൈൻഡും കൂടെ അപ്ലൈ ചെയ്തിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് ബൈൻഡും കൂടെ മേലെ കൊടുത്തിട്ടുണ്ട് വിത്ത് നെയിം സ്ലിപ്പ്. കൈ കണ്ടോ വെറ്റാകുന്നത്. അങ്ങനെ നമ്മളെ സ്കൂളിൽ കുറേ ഫാനില്ലല്ലോ, അങ്ങനെ 2 ഫാൻസ് അല്ലേ ഉള്ളൂ. അപ്പം പെട്ടെന്ന് കൈ വെറ്റാകുമ്പം ഞാൻ ബുക്കിലേക്ക് തൊടുമ്പോൾ പേപ്പേഴ്സ് എല്ലാം അങ്ങനെ ഫ്ലൈ ആയിട്ട് പോകും. അപ്പം അമ്മ പറഞ്ഞു ഇനി ഇപ്രാവശ്യം കൂടെ നീ കെയർ ആയിക്കോ, ഇല്ലെങ്കിൽ ഞാനിങ്ങനെ ആക്കി തരൂല എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ടൈം ആൻഡ് ഫൈനൽ നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബുക്കൊക്കെ ഇതിലുണ്ട്, അതുകൂടാതെ ഇതിലും ഉണ്ട് കേട്ടോ. ഇതെല്ലാം മദ്രസ ബുക്കും ദയാന്തതും പിന്നെ കുറച്ച് വർക്ക് ബുക്സ് അങ്ങനത്തെ കാര്യങ്ങളാണ്. CE
ഒരുപാട് ബുക്സ് ഉണ്ട് ഇപ്രാവശ്യം. ലാസ്റ്റ് ഇയർ നല്ല കുറവൊന്നുമില്ല, സെയിം സബ്ജക്റ്റ് ആയിരുന്നു എനിക്ക്. അപ്പോൾ ഇതിൻ്റെ 545 അത് 525 ആണ്. ഇതിൻ്റെ ഓഫർ പ്രൈസ് ഒക്കെ വരുന്നത് 299 ആണ്. നെക്സ്റ്റ് സാധനം നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ ബോക്സ് ആയിക്കോട്ടെ അല്ല, ഇത് റാബിൻ്റെ പോച്ചാണ്, സെയിം ബ്ലൂ കളറാണ് വാങ്ങിയിട്ടുള്ളത്. ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റിൽ ഞാൻ വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു നോട്ട് പാഡ്. ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് 14 റുപ്പീസാണ്. പിന്നെ ഈ ഒരു എന്താ നമ്മുടെ ഇത് വൈറ്റ്നർ, ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് 30 ആണ്. പിന്നെ അപ്പം ഇത് 5 റുപ്പീസിൻ്റെത്, ഇത് 10 റുപ്പീസിൻ്റെത്, ഇത് 3 റുപ്പീസിൻ്റെത്. ഈ സ്കെയിൽ ഐ തിങ്ക് 10 റുപ്പീസിൻ്റെത്. പിന്നെ ഈ പെന്ന് 10 റുപ്പീസിൻ്റെത്. പിന്നെ ഈ ഒരു പെൻസിൽ 10 റുപ്പീസിൻ്റെത്. അപ്പോൾ ഇത്ര എൻ്റെ പൗച്ചിലുണ്ട് കേട്ടോ. ഇത് എൻ്റെ പൗച്ചിൽ നോക്കാം. ഇതിൻ്റെ പ്രൈസും സെയിം ഇതാണ്, 200. ഗായ്സ്, ഇത് എൻ്റെ കളർ ഇടാനുള്ള പൗച്ചാണ്. ഇത് കളറിംഗ് പൗച്ചല്ല, ഇത് പെൻസിൽ പൗച്ചും ഇത് കളറിങ്ങിന് വാങ്ങിയത്. ഇതിൽ കീ ചെയിൻ ഉണ്ട് ഗായ്സ് പെൻസിൽ പൗച്ചിൽ. അതിൻ്റെ കോസ്റ്റ് ലൈക്ക് 2 സംതിങ് തന്നെയാണ്. ഗായ്സ് 230 ആണ് പ്രൈസ്. ഇതാണ് ക്യാമലിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്. അപ്പം ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് 160 റുപ്പീസാണ്. നമുക്കൊന്ന് ഇൻസൈഡ് നോക്കിയാലോ. ഇങ്ങനെയാണ് ഇൻസൈഡ് വരുന്നത്. ഒരു കോമ്പസിൻ്റെ ഒരു ഡിവൈഡർ ഉണ്ട്, ഇറേസർ ഉണ്ട്, ഷാർപ്നർ ഉണ്ട്, ഒരു ലെഡ് പെൻസിലുണ്ട്, ഒരു പെൻസിലുണ്ട്, സ്കെയിലുണ്ട്, പ്രൊട്രാക്ടർ ഉണ്ട്, സെറ്റ് സ്ക്വയേഴ്സ് ഉണ്ട്. അപ്പം 2 വലിയ നമ്മളെ സ്കെയിലുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ 15 റുപ്പീസാണ് പെർ. പിന്നെ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 200 സംതിങ് ആണ്. അപ്പം ഇതാണ് നമ്മുടെ സ്നാക്ക് ബോക്സ്. ലാസ്റ്റ് ഇയർ നമ്മളെല്ലാം സെയിം ആയിരുന്നു, ഇപ്രാവശ്യം നമ്മൾ ഡിഫറെൻ്റ് ആക്കി. കാരണം എനിക്ക് ഗ്ലാസ്സും എനിക്ക് ഗ്ലാസ് ക്യാരി ചെയ്യാത്തതുകൊണ്ട് മമ്മ മറ്റേ സ്റ്റീൽ വാങ്ങിക്കൊടുത്തു. സ്നാക്സ് ബോക്സ് സെയിം ആണ്. ബോട്ടിലൊക്കെ വലുത് വാങ്ങി തന്നു, ദേക്കെ ചെറുത് വാങ്ങി തന്നു, ബട്ട് സെയിം ആണ് കേട്ടോ. ഇങ്ങനത്തെ 2 വാങ്ങി, എക്സ്ട്രാ ലോങ് വാക്സ് ക്രയോൺസ്. ഇതൊന്നും എനിക്ക് പെർ വൺസ് 30 റുപ്പീസാണ് വരുന്നത്. പെൻസിൽസ് നട്രാജിൻ്റെ ആണ്. നമുക്കിതൊന്ന് നോക്കിയാലോ. ഉഷിയൊന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് എനിക്ക് പപ്പ വാങ്ങി തന്നോ, അപ്പോൾ യൂസ് ചെയ്യാൻ നമുക്കറിയാം. അപ്പം ഈ ഒരു സിൽവർ കളറ് ഷാർപ്നർ ഉണ്ട്. ഇതിൻ്റെ ഇൻസൈഡിൽ ഫ്രീ ആണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ 30 റുപ്പീസിൻ്റെ വൈറ്റ്നർ 2 വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മൾ സ്കെച്ച് പെന്ന്, മാജിക്കിൻ്റെ സ്കെച്ച് പെന്നാണ്. ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് ഐ തിങ്ക് 35 തന്നെയാണ്. 12 യൂണിറ്റ്സ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇത് പെൻ ഹോൾഡറാണ്. ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് 90 റുപ്പീസ്, 100 വരും. അപ്പം ഇവിടെ 2 ഡോംസിൻ്റെ ഡെസ്ക് കളക്റ്റഡ് ഉണ്ട്. അപ്പം പെർ ഷാർപ്നറിന് 10 റുപ്പീസാണ്. പിന്നെ ഇങ്ങനത്തെ കുറേ പെൻസിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നട്രാജിൻ്റെ 120 സംതിങ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് എക്സ്ട്രാ ബൈൻസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, എക്സ്ട്രാ ആയിപ്പോയതാണ്. പിന്നെ ഇതാണ് നമ്മൾ മെയിൻ സാധനം. ഗായ്സ്, ഇത് അങ്കും ദീദിക്കും ഉണ്ട് ഗായ്സ്. ബ്രഷ് പെയിൻറ് ബ്രഷ് അങ്കും ദീദിക്കും ഉണ്ട് ഗായ്സ്.
പിന്നെ ഫെവി സ്റ്റിക്ക് 2 ഉണ്ട്. പിന്നെ നമ്മൾ ഫയൽസിലെ പേപ്പേഴ്സൊക്കെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പിന്ന് വാങ്ങിയിട്ടുണ്ട്. 35 ആണ് മാറ്റി. പിന്നെ ബുക്ക് ഉണ്ട് ഗൈസ്. ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് 76 റുപ്പീസാണ്. ഗായ്സ് ഇതാണ് ദീദിന്റെ പെന്ന്. അവൾക്ക് വേണ്ട ഗായ്സ്. ബ്ലാക്ക് ആൻഡ് പെന്നാണ് ഗായ്സ്. പിന്നെ ഒരു ഗ്രീൻ ഫയലുണ്ട്, ഒരു പിങ്ക് ഫയലുണ്ട് കേട്ടോ. അതിൻ്റെ MRP 25. അതിൻ്റെ റേറ്റ് 25. റേറ്റ് 25 ആണ്. പിന്നെ നമ്മൾ സ്ലേറ്റ് ഉണ്ട്. സ്ലേറ്റ് അല്ല ഗൈസ്, ബോർഡ് ഉണ്ട്. ബോർഡിന് എത്ര പ്രൈസ്? എക്സാം ബോർഡിന് എത്ര പ്രൈസ് അമ്മ? 70. 70 പെർ ബോർഡാണ്. പിന്നെ നമ്മുടെ 350 MRPയിൽ നമ്മൾ കുറേ കളേഴ്സിൽ ഡിഫറെൻറ്റ് കളേഴ്സിൽ A4 ഷീറ്റ് പേപ്പർ ഉണ്ട്. അടിപൊളിയല്ലേ? ഇത് A4 ഷീറ്റ്സും വാങ്ങിയേ. A4 ഷീറ്റും വാങ്ങിയിട്ടുണ്ടായിരുന്നു. മേലെയാണുള്ളത്. ഐ തിങ്ക് സെയിം പ്രൈസാണ്, 350 ആയിരുന്നു. വലിയ ബണ്ടിലാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പം ഫിനിഷ് ആയി. പിന്നെ ഈ ഒരു ട്രാൻസ്പെറൻറ്റിൻ്റെ ഇതും കൂടെ ഉണ്ട്, ബൈൻഡ്. അടിപൊളി ബ്രൈൻഡാണ്. ടെക്സ്റ്റ് ബുക്കിൻ്റെ പുറത്ത് ഇട്ടെന്ന് പറഞ്ഞില്ലേ, അത് ഇതാണ് സംഭവം. അപ്പം ഇത് നമ്മൾ കർച്ചീഫ്സ് ആണ്. യൂണിഫോം ഉണ്ട് വിത്ത് ഡാൻസ് ബെൽറ്റ്. പിന്നെ സോക്സ് ഉണ്ട്. 2 പേഴ്സ് ആണുള്ളത്. പിന്നെ നമ്മൾ ലഞ്ച് ബോക്സിൻ്റെ അടിയിൽ വെക്കുന്നതാണ്. ഒരു ബ്ലൂ കളർ ഷെയ്ഡിങ്ങാണ് വരുന്നത്. നിങ്ങൾ ബുക്സൊക്കെ വാങ്ങിയോ, യൂണിഫോമൊക്കെ വാങ്ങിയോ, പിന്നെ നമ്മളെ സ്റ്റേഷനറി ഐറ്റംസൊക്കെ വാങ്ങിയോ, അതെല്ലാം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മളൊരു വീഡിയോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് അവേഴ്സ്. അപ്പം ബൈ.